വെൽക്കം ബാക്ക് ടു ചാനൽ അസീം സെൻഹ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് കാശ്മീരിലെത്തിയിട്ട് 3rd ഡേ ആണ്. ഗൈസ്, ഞങ്ങൾ സോനാമർഗിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് കാശ്മീരിലെ സോനാമാർഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതൊരു ഹിൽ സ്റ്റേഷനാണ്. അതിൽ ഫുൾ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്ന് സോനാമാർഗിലേക്ക് 2-3 hours ട്രാവൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ അവിടുന്ന് പുറപ്പെട്ടു. ഞങ്ങൾ അവിടേക്കാണ് പോണത്. ഇതാണ് ഞാൻ ആഗ്രഹിച്ച കശ്മീർ. ഗൈസ്, ഞങ്ങൾ സ്നോയിൽ കളിക്കാൻ പോവാണ്. ഗൈസ്, ഞങ്ങൾ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഈ പോണ വഴിക്കൊക്കെ നമുക്ക് കാശ്മീരിൻ്റെ പ്രകൃതി ഭംഗി കാണാൻ പറ്റും. ആ ദൂരെ കാണുന്ന മലകളൊക്കെ ഒരു ജാനുവരി ടൈമിലൊക്കെ ഫുള്ള് ഐസ് കൊണ്ട് കവേർഡ് ആവും. ഫുൾ മഞ്ഞുള്ള ടൈമാണത്. ഞങ്ങളിപ്പോൾ മെയ് മാസത്തിൽ പോയതുകൊണ്ട് അവിടെ കുറച്ച് മഞ്ഞേ ഉള്ളൂ. പക്ഷേ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലൊക്കെ ആണെങ്കിൽ അവിടെ തീരെ മഞ്ഞുണ്ടാവില്ല. കാരണം മഞ്ഞൊക്കെ ഉരുകി വരുന്ന ടൈമാണ്. അപ്പോൾ കാശ്മീരത്തെ സ്ഥലങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ ശരിക്കും ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ പോവുകയാണ് നല്ലത്. കാരണം കുറച്ച് മഞ്ഞുള്ള ഏരിയയും കുറച്ച് എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ജാനുവരി ടൈമിലൊക്കെ ആണെങ്കിൽ ഫുൾ മഞ്ഞാവും. അതുകൊണ്ട് പല റോഡുകളും ക്ലോസ് ചെയ്തിടും. പിന്നെ നമുക്ക് ഫുൾ ഏരിയാസ് കാണാൻ പറ്റില്ല. അപ്പോൾ ബെസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസങ്ങളാണ്. ഞങ്ങൾ കുറേ ദൂരം പോയതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ നിർത്തി ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് നല്ലൊരു ലേക്ക് പോകുന്നുണ്ട്. ഇതാണ് സിന്ധു നദി. പോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലേക്കാണ്. ഇവിടുത്തെ കല്ലുകളൊക്കെ നല്ല ഉരുണ്ട കല്ലുകളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നിന്നതിന് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇവിടെ വെള്ളം ഒഴുകിപ്പോയാലും പിന്നെ ഇവിടെ മഞ്ഞുള്ള മൗണ്ടൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്. സൗണ്ട് സംസാരിക്കുന്നത് വെച്ചാൽ ഇവിടെ കുറേ വണ്ടികൾ പോകുന്നുണ്ട്. അത് കാരണം ചിലപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് ശരിയായിട്ട് കേൾക്കാൻ ചാൻസ് കുറവാണ്. ഇതാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ നമ്മളെ സബ്സ്ക്രൈബർ കഴിഞ്ഞ വീഡിയോക്ക് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെങ്ങനെ ടൂർ പോയി എന്നുള്ളതൊക്കെ. നമ്മൾ ടൂർ പോയതൊരു ടൂർ പാക്കേജായിട്ടാണ് കാശ്മീരിൽ 6 days സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ട്രാവൽ എക്സ്പെൻസ് ഒന്നും അവരെടുക്കില്ല. നമ്മളിപ്പോൾ ട്രെയിനിലാണോ ഫ്ലൈറ്റിലാണോ പോകണമെന്നുള്ള നമ്മൾ ഓപ്ഷൻസാണ്. അതിന് സെപ്പറേറ്റ് ഒരു ഏജൻറ്റിനെ നമുക്ക് പരിചയപ്പെടുത്തി തരും. അവർ വഴി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ജമ്മുവിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി ട്രാൻസ്പോർട്ടേഷനൊക്കെ അവരെ വകയാണ്. നമ്മൾ ജമ്മു എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ അവർ പിക്ക് ചെയ്ത് കാശ്മീരിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവിടുന്ന് ലോക്കൽ സൈറ്റ് സീൻസ് കാണാനും ലോക്കൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ അവരുടെ വകയാണ് നമുക്കുണ്ടാവുക. പിന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും അവിടെ അവൈലബിൾ ആണ്. നമുക്കത് ഓപ്ഷണലാണ്. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും അവർ തരുന്നതാണ്. പിന്നെ ലഞ്ച് ടൈം നമ്മൾ എന്തായാലും പുറത്ത് സൈറ്റ് സീന് കാണാൻ പോകുമ്പോൾ എന്തായാലും പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ അത് പിന്നെ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ചാൻസ് ആയിട്ട് കണ്ടിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ്പെൻസൊക്കെ എത്രയായി എന്നുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ അതിനായിട്ട് വേറെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മൾ കാശ്മീരിൽ എത്തിയതിനു ശേഷം ഒരുപാട് പട്ടാളക്കാരെ കണ്ടു. എല്ലായിടത്തും ഒരുപാട് പട്ടാളക്കാരുണ്ടായിരുന്നു. പോലീസുകാർ കുറവായിരുന്നു. ആ ഒരു ഏരിയ ഫുൾ അവരുടെ കൺട്രോളായിട്ടാണ് ഫീൽ ചെയ്തത്. പട്ടാളക്കാർ കാശ്മീരിൽ മാത്രമല്ല, ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ ഒരുപാട് പട്ടാളക്കാരുണ്ടായിരുന്നു. ഒരു ഫാമിലി ആയിട്ട് നാട്ടിൽ പോകണവർ, ലീവിന് പോകണവർ, അങ്ങനെയായിട്ട് തിരിച്ച് വരുന്നവർ, ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാനായിട്ട് തിരിച്ച് വരുന്നവരും, അങ്ങനെ അവരുടെ കൂട്ടത്തിൽ മലയാളീസും ഉണ്ടായിരുന്നു. ഈ വെള്ളത്തിൻ്റെ അടുത്ത് വൈറ്റ് കളറായിട്ട് കാണുന്നത് മഞ്ഞുമലയാണ്. ഞങ്ങൾക്കത് ഫസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായില്ല മഞ്ഞുമല എന്നുള്ളത്. ഡ്രൈവറാണ് പറഞ്ഞത് അത് മഞ്ഞാണെന്നുള്ള വിവരങ്ങളൊക്കെ. നമുക്കിതുപോലെ പലയിടത്തും മൗണ്ടെയ്ൻസിൻ്റെ മേളിൽ നിന്ന് മഞ്ഞുരുക്കി വീണ് ലൈൻ പോലെ കിടക്കുന്നത് കാണാൻ പറ്റും.
നമ്മളെ ഡെസ്റ്റിനേഷനായ സോനാമർഗിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്നുള്ള സോനാമർഗിലത്തെ സ്ഥലങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടാക്സി വിളിച്ചിട്ട് വേണം പോവാൻ, അല്ലെങ്കിൽ ഹോഴ്സ് റൈഡ് യൂസ് ചെയ്യാം. അവിടെ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ അവർ വന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യും ഹോഴ്സ് റൈഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കാർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും. അത് നമ്മൾ ഓപ്ഷനാണ്. ഞങ്ങളവിടെ എത്തിയേക്കും അതൊന്നും ഡിസൈഡ് ചെയ്തില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം ലോങ് ഡ്രൈവ് കഴിഞ്ഞ് വന്നതുകൊണ്ട് നമ്മളവിടെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും നമ്മൾ ഓക്കെ അല്ലേ, റൈഡിങ് സ്റ്റാർട്ട് ചെയ്യല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വരും. അപ്പോൾ ഒരു ഹോഴ്സിന് അവർ 2000 4000 ഒക്കെ റേഞ്ചിൽ, പലരും പല റേഞ്ചിലാണ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹോഴ്സ് റൈഡ് മോനക്ക് നല്ല ഇഷ്ടമായിരുന്നു, പക്ഷേ എനിക്കും മോൾക്കൊക്കെ നല്ല പേടിയാണ്. പിന്നെ ഞങ്ങളെ കൂടെ ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അവരൊന്നും കംഫർട്ടബിൾ ആയിരുന്നില്ല ഹോഴ്സ് റൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ടോട്ടലി ഞങ്ങൾക്കതൊരു കാറ് യൂസ് ചെയ്യുകയാണ് നല്ലതെന്ന് തോന്നി. കാരണം കുറച്ച് പേര് കാറും കുറച്ച് പേര് ഹോഴ്സും കൂടി ആയാൽ രണ്ടും രണ്ട് വഴിക്കാവും പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി ഹോഴ്സ് റൈഡ് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് കാറ് ഫിക്സ് ചെയ്തു. കാറിന് 5000 ആണ് റേറ്റ് പറഞ്ഞത്. താഴെ പൂക്കളൊക്കെ ഉണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. വെറുതെ വെതറിട്ട പോലെ കിടക്കും. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളങ്ങനെ കാറിൽ കയറുമ്പോൾ അതൊരു ഹൈ റേഞ്ചാണ്. ഹൈ റേഞ്ച് കയറിയിട്ട് വേണം പോകാൻ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ടാക്സി യൂസ് ചെയ്യണത്, ഇവിടുത്തെ ഹോഴ്സ് റൈഡ് യൂസ് ചെയ്യണതൊക്കെ എക്സ്പെൻസ് നമ്മൾ തന്നെ എടുക്കണം. അതുപോലെ ഓരോ സൈറ്റിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഗാർഡനിൽ പോയി എന്നൊക്കെ. ആ ഗാർഡനിലെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ആ എക്സ്പെൻസ് എടുക്കണം, അല്ലാണ്ട് ഏജൻസി എടുക്കില്ല. മലയുടെ അപ്പുറത്ത് പാകിസ്ഥാന്റെ ബോർഡറാണ്. ഈ മഞ്ഞള മലയുടെ അപ്പുറത്തല്ലേ? അപ്പൊ കാശ്മീരിന്റെ ലാസ്റ്റത്തെ വില്ലേജ് ആണ് ഇവിടെ. ഈ ഏരിയ ലാസ്റ്റ് വില്ലേജ് ആണ്. എന്ത് ഭംഗിയാണേ. നമ്മളെ ആ കാറിൽ കയറി പോകുമ്പോൾ അവർ നമുക്ക് ഓരോരോ പോയിന്റുകൾ കാണിച്ചു തരും. അതിൽ ഫസ്റ്റ് പോയിൻ്റാണിത്. ഇവിടെ നല്ല രസമായിരുന്നു കാണാൻ. നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസാണ്. നല്ല തണുപ്പും നല്ല കാറ്റും അടുത്തുള്ള വെള്ളം ഒക്കെ ആയിട്ട് നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ ഇത് എത്രത്തോളം ഫീൽ ചെയ്യുന്നറിയില്ല. ശരിക്കും അത് പോയി തന്നെ അനുഭവിക്കേണ്ട ഒരു ഫീലിംഗ് ആണ്. നമ്മൾ പിന്നെ കാശ്മീരിൽ പോയപ്പോഴാണ് പലരും ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളെല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്നതാണ്. പക്ഷേ കാശ്മീരിൽ പോയപ്പോൾ റീൽസ് എടുക്കണമെന്ന് ചോദിച്ചിട്ട് അതൊരു വരുമാന മാർഗ്ഗമായിട്ട് കുറേ പേര് നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കുറേ പേര് നമ്മളോട് ചോദിച്ചിരുന്നു. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ റീൽസൊന്നും നമ്മൾ ഫോണിലെടുക്കുന്ന അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പിന്നെ 150 250 അങ്ങനെയൊക്കെ റേഞ്ചിലാണ് അവർ പിന്നെ അതിന് ക്യാഷ് ഈടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരെ കൊണ്ട് എടുപ്പിച്ചു. ആ എടുത്ത റീലൊന്നും ഞങ്ങൾ ഇതിലിടുന്നില്ല, കാരണം ഭയങ്കര ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയിരിക്കുകയാണ്. മോന് പുതുതായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയ കാരണം അതിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിലത്തെ ഒരു ഫോട്ടോ ആണ് ഇതൊക്കെ. ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു അവിടെ. കാരണം അവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ലൊരു പ്ലേസ് ആയിരുന്നു അത്.
അവിടെ നിന്നെടുത്ത എല്ലാ വീഡിയോസും ഫോട്ടോസും ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്ത്ത് കൂടും. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. നമ്മൾ ആ പോയിന്റിൽ നിന്ന് ഇറങ്ങി അടുത്ത പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദൂരെ കാണുന്നത് വില്ലേജാണ്. ഇവിടെ എല്ലായിടത്തും ആൾത്താമസമുള്ള ഏരിയ അല്ല. ഒരു വില്ലേജ് കണ്ടു കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് അടുത്ത വില്ലേജ് കാണാൻ കിട്ടണത് ഇവിടെ. പിന്നെ അങ്ങനെ വഴികളിലൊന്നും ഷോപ്പുകളും കുറവാണ്. താമസ സ്ഥലം ഉള്ളിടത്ത് മാത്രമേ ഷോപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യണവരാണെങ്കിൽ നമ്മളെ കയ്യിൽ ഫുഡ് എന്തായാലും കരുതി വെക്കണം. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ സ്പെഷ്യലി ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കണം നല്ലതാണ്. ഞങ്ങൾ ചിപ്സും ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ സ്റ്റോക്ക് ചെയ്തിട്ടാണ് ട്രാവൽ ചെയ്യണത്. ഇതാണ് അടുത്ത പോയിന്റ്. ഇത് സ്നോ ഉള്ള ഏരിയയാണ്. അസമോളുടെ നല്ലൊരു ആഗ്രഹമായിരുന്നു സ്നോമാനൊക്കെ ഉണ്ടാക്കി കളിക്കാനായിട്ട്. അസമോൾക്ക് ഫ്രോസൺത്തെ എൽസേനെയും ആനനെയും സ്നോമാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടി വിയിൽ സ്നോമാനെ കാണുമ്പോൾ അവൾക്ക് വേണമെന്നൊക്കെ പറയായിരുന്നു. അപ്പം അങ്ങനെ അസമോളുടെ സ്നോമാൻ്റെ ആഗ്രഹം അവിടെ സാധിച്ചു. അച്ചപ്പു സ്നോമാൻ, സ്മോൾ സ്നോമാൻ. അച്ചപ്പു വേണ്ട വീട്ടോ വേണ്ട എന്റെ മുഖത്ത് കയറാനല്ലേ. ഇവിടെ സ്നോയിലിരിക്കാൻ ഭയങ്കര പാടാണ്, ഭയങ്കര തണുപ്പാണ്. അസമോൾക്ക് കുഴപ്പമില്ലാത്തത് അവൾ ഡയപ്പറൊക്കെ ഇട്ട കാരണമാണ് കംഫർട്ടബിളായിട്ട് ഇരിക്കണത്. പിന്നെ സ്നോയിൽ ഭയങ്കര സ്ലിപ്പാവുണ്ടായിരുന്നു. മോൻ ആദ്യം കയറിയപ്പോൾ അപ്പം തന്നെ അവൻ സ്ലിപ്പായി വീഴാൻ പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൻ സ്നോയുടെ അവിടെ നിന്ന് മാറിയിരുന്നു. അവന് വേറെ വെള്ളത്തിൻ്റെ ഏരിയയിലാണ് ചെന്നിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഐസാണോ? Do you like it? Yes. Snowman good? Oh, so good. Yeah. അയ്യോ ഇതിന് പിടിച്ചോ. ഫോൺ നീക്കി പിടിക്കും. ഫോൺ അയ്യോ മോളെ കയറാൻ പറ്റുമോ? ഇനി കയറിയാൻ ഇറങ്ങാൻ പറ്റുമോ? ഉമ്മാടെ വിതാക്ക ആന്റി വിളിക്കണേ അച്ചപ്പനെ. വേണ്ടട്ടാ നല്ല വേദന വേദന. കൈമാരിച്ചിരിക്കുന്നേ ഇങ്ങനെ കാണിക്ക് എന്നിട്ട് ചിരിക്ക് മന നോക്കി അങ്ങനെയല്ലേ. കോൾഡാണോ ഹോട്ടാണോ? കോൾഡാണോ? നല്ല മണിയാണല്ലേ ഐസ്. हमारे पास बहन हाथ की कला
शोरूम नहीं हमारे दिल्ली में रहोगे इंशाल्लाह। शोरूम में आप जाओगे वहाँ तो लाइट का चार्ज है, हमारे पास खाली मेहनत मिट्टी पर सोना दिखाता है। ഞങ്ങൾ ഇവിടെയും കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഐസിൽ കളിക്കാൻ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ കളിച്ച് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ 2-3 വേറെ പോയിന്റുകൾ അവർ കാണിച്ചു തന്നു. പക്ഷേ അവിടെയൊക്കെ ഞങ്ങൾ ഇറങ്ങി ഫോട്ടോസ് എടുക്കുകയാണ് ചെയ്തത്. ഈ പോയ സ്ഥലങ്ങളൊക്കെ നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലങ്ങളായിരുന്നു. ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു മറന്ന ഹിന്ദി സിനിമയത്തെ പാട്ടുകളൊക്കെ ഓർമ്മപ്പെടുത്തി. കാരണം പണ്ടത്തെ ഒട്ടുമിക്ക നമ്മുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെയും ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ കാശ്മീർ ഏരിയയിലാണ്. ഈ പ്രകൃതിയും കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ വന്നിട്ടുണ്ട്, ഈ പാട്ടിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിട്ടാണ് ആ സ്ഥലങ്ങൾ കാണുമ്പോൾ തോന്നിയിരുന്നത്. ഇനി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. ഞങ്ങൾ കാറ് നിർത്തിയ സ്ഥലത്തൊക്കെ പോവുകയാണ്. പിന്നെ ഞങ്ങൾ ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ വിശപ്പിൻ്റെ വില എല്ലാവർക്കും വന്ന് ഇച്ചിരി ടയേർഡ് മോഡായി. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ്. പിന്നെ ഞങ്ങൾക്ക് പോയ വഴിയിലൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റുകളോ ഷോപ്പുകളുണ്ട്, പക്ഷെ അവിടെ ഒന്നും നമുക്ക് ഹെവി മീൽ കഴിക്കാൻ പറ്റിയ ടൈപ്പ് റെസ്റ്റോറൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വേഗം ഫുഡ് കഴിക്കാനുള്ള മൈൻഡിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പിന്നെ നമ്മൾ സോനമർഗിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ തണുപ്പും ഇങ്ങനെ കുറഞ്ഞു വരുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നല്ലോണം ചൂടൊന്നുമല്ല, സോനമർഗിൽ കുറച്ചും കൂടി തണുപ്പ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ താമസിക്കുന്ന ശ്രീനഗർ ആ ഭാഗത്തേക്ക് വരുന്തോറും കുറച്ച് തണുപ്പ് കുറയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയിൽ വണ്ടി നിർത്തി. പക്ഷേ വണ്ടി നിർത്തി എല്ലായിടത്തും നമുക്ക് കഴിക്കാൻ പറ്റിയ ഫുഡ് ഐറ്റമൊന്നും ഒക്കെ ചെറിയ ഷോപ്പുകളായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് പിന്നെ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ കിട്ടിയത്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. പക്ഷേ അസമോൾക്ക് പറ്റിയ ഫുഡായിരുന്നില്ല. അപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയ വയ്ക്കാൻ ഞങ്ങളൊരു ദോശക്കട കണ്ടു. പക്ഷേ ദോശക്കടയിൽ എല്ലാം സെറ്റാണ്, പക്ഷേ ദോശ ഉണ്ടാക്കുന്ന ആളവിടെ ഉണ്ടായിരുന്നില്ല. കുറേ നേരം അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ മോളിങ്ങനെ വിഷമിച്ചിരിക്കണുണ്ട്. അപ്പോൾ അവിടുത്തെ ഷോപ്പിലത്തെ ആൾ ചോദിച്ചു എനിക്ക് ഉണ്ടാക്കാൻ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കയറി ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളങ്ങനെ ദോശക്കട കയറി ദോശ ഉണ്ടാക്കി. അത് ഞങ്ങൾ പാർസലാക്കിയിട്ട് അസമോൾക്ക് കാറിൽ ഇരുന്ന് കൊടുത്തു. അപ്പോൾ അസമോളും ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ റിസോർട്ടിലെത്തി ഫ്രഷായി ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു. പിന്നെ അന്താക്ഷരമൊക്കെ കളിച്ച് നല്ലൊരു ഈവനിങ് ആയിരുന്നു അത്. കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ, മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആശക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ, കരിവീഴുന്ന പുല്ലണിക്കാട്ടിൽ കണ്ണിമാങ്ങ പറിച്ചു നടക്കാം കണ്ണിൽ പാ. അപ്പോൾ ഗൈസ് ഈ വീഡിയോയിൽ മൊത്തം ഡബ് ചെയ്തേക്കണത് ഉമ്മയാണ് ഇൻട്രോ ഇച്ചിട്ട്. അപ്പോൾ ഞങ്ങളെന്താ ഇപ്പോൾ വെച്ചിട്ട് ഡബ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ വെച്ചിട്ട് പഠിക്കാനൊക്കെ കുറേ ഉണ്ട്, അത് കാരണമാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ച് വല്ല സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. മേക്ക് ഷുവർ ദാറ്റ് യു ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. See you guys next time. Bye bye. Peace out.